നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന സ്ത്രീകളാണോ? ജോലിയും അണ്ടത്തിന്റെ ക്വാളിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും തന്നെ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് നേഴ്സുമാര്, IT പ്രൊഫഷണൽസ്, ഫാക്ടറി ജോലിക്കാര് തുടങ്ങിയ എല്ലാ മേഖലകളിലും നൈറ്റ് ഷിഫ്റ്റ് ഉള്ളൊരു സമയമാണ്. ഇന്നത്തെ കാലത്ത് നൈറ്റ് ഷിഫ്റ്റ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഉറക്കമില്ലാതെയുള്ള ഈ ജോലി നിങ്ങളുടെ ഫെർട്ടിലിറ്റി സാധ്യതകളെ ബാധിക്കുമോ? അത് നിങ്ങളുടെ വന്ധ്യതയ്ക്ക് കാരണമാകുമോ? ഇതിനു പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അതിനെ നമ്മൾ സർക്കാഡിയൻ റിതം എന്നാണ് പറയുന്നത്. പ്രധാനമായും പകൽ വെളിച്ചം, രാത്രി ഇരുട്ട് എന്നിവയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ സംവിധാനം നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു. ദഹനം, ഉറക്കം, ഉണരൽ തുടങ്ങിയവയെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഈ സംവിധാനമാണ്. നമ്മൾ രാത്രി ഉറങ്ങാതെ ജോലി ചെയ്യുമ്പോൾ ഈ സംവിധാനത്തിന്റെ താളം തെറ്റുന്നു. സ്ത്രീകൾ പ്രത്യേകിച്ച് രാത്രി ഉറക്കമില്ലാതെ ജോലി ചെയ്യുമ്പോൾ ശരീരത്തിൽ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ അളവ് കുറയുന്നു. ഈ മെലറ്റോണിൻ അണ്ടാശയത്തിന്റെ പ്രവർത്തനത്തെയും അണ്ടങ്ങളുടെ ഗുണത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ കൂടിയായതിനാൽ സ്ഥിരമായി ഉറങ്ങാതെ ജോലി ചെയ്യുമ്പോൾ അത് നമ്മുടെ അണ്ടത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ജോലി ഭാരം സ്ട്രെസ്സിന് കാരണമാക്കുന്നു. ഈ സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് കോർട്ടിസോൾ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അതും അണ്ടാശയത്തിന്റെ ആരോഗ്യത്തെയും അണ്ടത്തിന്റെ ക്വാളിറ്റിയെയും പ്രതികൂലമായി ബാധിക്കാം. ഇത് പലരിലും ക്രമം തെറ്റിയ ആർത്തവം, ഓവുലേഷന്റെ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. ഇത് കൂടാതെ ഭക്ഷണ ക്രമീകരണത്തിലുള്ള മാറ്റങ്ങൾ, അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നുള്ള രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം പലപ്പോഴും നൈറ്റ് ഷിഫ്റ്റിൽ പോകുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരാം. ഇടനേരങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാം, രാത്രി ചിലപ്പോൾ ഭക്ഷണം കഴിക്കാം, വെളുപ്പാൻ കാലത്ത് ജോലി കഴിയുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാം. ഈ ഭക്ഷണത്തിലെ ക്രമീകരണത്തിലെ താളം തെറ്റലും വ്യായാമക്കുറവും എല്ലാം തന്നെ നമ്മുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയെ, നിങ്ങളുടെ ഫെർട്ടിലിറ്റി സാധ്യതകളെ പലപ്പോഴും സങ്കീർണമാക്കാൻ കാരണമായേക്കാം. എന്നാൽ ഇത് കേട്ട് എല്ലാവരും പേടിക്കേണ്ട ആവശ്യമില്ല. നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും വന്ധ്യതാ പ്രശ്നങ്ങൾ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് കൂടാതെ നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവർക്ക് വന്ധ്യതാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ജാഗ്രത പാലിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പകല് കൃത്യമായിട്ട് ഉറങ്ങുക. ഉറങ്ങുന്നത് എപ്പോഴും ഇരുട്ടുള്ള റൂമിൽ ഉറങ്ങാൻ ശ്രമിക്കുക. വിൻഡോയൊക്കെ നന്നായിട്ട് കർട്ടൻ ഉപയോഗിച്ച് കവർ ചെയ്യണം. വെളിച്ചം ഒരു തരി പോലും കടക്കാത്ത രീതിയിലുള്ള റൂമിൽ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇടയ്ക്ക് ആരെങ്കിലും റൂമിൽ വന്ന് ഉറക്കം സംസാരിക്കാനോ വിളിക്കാനോ TV ഒച്ചത്തിൽ വെക്കാനോ മൊബൈൽ പ്രവർത്തിക്കാനോ ഒന്നും പാടില്ല. ഉറങ്ങുമ്പോൾ സൗണ്ട് സ്ലീപ്പ് തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ നൈറ്റ് ഷിഫ്റ്റ് കൊണ്ടുണ്ടാകുന്ന അപാകതകൾ, നമ്മുടെ ശരീരത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ പരിഹരിക്കാൻ പറ്റൂ. കൂടാതെ ഭക്ഷണക്രമത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക എന്നിവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സങ്കീർണതകളൊക്കെ ഒഴിവാക്കി നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും എത്രയും പെട്ടെന്ന് ഗർഭിണിയാവാൻ സാധിക്കട്ടെ. നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവർക്ക് ഗർഭധാരണത്തിൽ താമസം നേരിടുന്നുണ്ടെങ്കിൽ വിദഗ്ധനായ ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടേണ്ടതാണ്. ഓർക്കുക, ജോലി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കുഞ്ഞ്.